വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലോക്ക്ഡൌൺ ടോക്സ്. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കുട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ ഈ കുട്ടീനെ കുറിച്ച് അറിയുന്നത് അഡാർ ലവ് എന്ന സിനിമയുടെ ഒരു പാട്ട് വൈറലായ സമയത്താണ്. She became viral. Everyone ee kuttine kurichu all over the world they were talking about this girl. And I was like, who is this girl? Ee kochinte Instagram il annu ene poi I started following her. A very beautiful face, a very unique aayittulla or expression, and there was something so magnetic about her. Nammal parayile oru kaanta shakti. She had that. Viral avunna palarum disappear after some time. But Priya Warrior innum she is holding that love. Innum she is holding a very very special position in the industry. She has stepped into Bollywood also, so we have her with us. So let's say a big hi to Priya Warrior. Hi. Hi. Priya Kuttus. Ishra. Kuttus എന്നാണ് പ്രിയാനെ എല്ലാരും വിളിക്കുന്നത്. Why do you have that name? ഈ കുട്ടൂസ് എന്നുള്ള പേര് എവിടെ നിന്ന് കിട്ടി? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അഡാറിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഫേസ്ബുക്കിൽ ആരോ എൻ്റെ കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അതിൻ്റെ അടിയിൽ കമൻസ് കുട്ടൂസ് വന്നിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അത് കുട്ടൂസായി, പെർമനൻ്റ് ആയി. Anyway, Priya, you're looking very beautiful today. ശരിക്കും പറയാലോ, ഈ ഒരു ഫ്രെയിമിൽ ആ പുറകിൽ ബുക്സും ഒരു പഠിപ്പിസ്റ്റ് ലുക്കും ഉണ്ട്, ഒരു ലാളിത്യം ഉണ്ട്. Something very cute about you. പക്ഷെ എന്താ വെച്ചാൽ very casually I want to ask you, ഇപ്പൊ ലോക്ക്ഡൌൺ സമയമാണ്, how do you maintain this beauty? Like ഇപ്പം പലരും വീട്ടിലിരുന്ന് പല പൊടിക്കൈകളും ചെയ്യുന്നുണ്ടാവും. പ്രിയ എങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് how you taking care of your hair, your face? What are you doing? വീട്ടിലിരിക്കുമ്പോൾ എവറി 2 days എന്താ പറയുക, അമ്മ തലയിൽ എണ്ണ വെച്ച് തരും. അതാണ് മെയിനായിട്ട് മുടിയിൽ ചെയ്യാറുള്ള ആകെയുള്ളൊരു കാര്യം. കാരണം ആസ് യു ക്യാൻ സീ എൻ്റെ മുടി പ്രതി ഫ്രിസിയാണ്, പിന്നെ കേളിയാണ്. അപ്പോൾ അത്ര ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവറി 2 days എണ്ണ തേക്കും, സോ ദാറ്റ് യു നോ ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് വെരി ഡ്രൈ. പിന്നെ ഫേസിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അമ്മ ഇവിടെ ഒരു ആലോവേരയുടെ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി അമ്മ എനിക്ക് അതിന്നൊരു ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് തരും. അതാണ് രാത്രി മുഖത്ത് തേച്ച് കിടന്നുറങ്ങാറ്. വേറെ ഒന്നും പ്രത്യേകിച്ച് മുഖത്ത് ചെയ്യാറില്ല. പിന്നെ മോയ്സ്ചറൈസർ ഇടും, അത്രേ ഉള്ളൂ. Such a sweet girl. എന്തൊരു സിമ്പിൾ ആയിട്ടാണ് ആൻസർ പറയുന്നത്. ഈ കേളി ഹെയർ എന്ന് പറയുമ്പോഴേ എന്റെ മുടി ഭയങ്കര ടഫാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എണ്ണയൊക്കെ തേച്ചാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എന്താ കെരാറ്റിൻ ചെയ്യാത്ത, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇത് സ്ട്രെയിറ്റൻ ചെയ്തുകൂടെ, സോ ദാറ്റ് ഓരോ ടൈം നമുക്ക് സ്റ്റൈലിങ് ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാരണം അത് പെർമനൻ്റ് ആയിട്ട് ചെയ്തുകൂടെ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് വെരി റെയർ ആൻഡ് യു നോ നൈസ് ടു ഹാവ് കേർലി ഹെയർ. ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആ നാച്ചുറൽ ടെക്സ്ചർ ഇഷ്ടമാണ്. ചെറുപ്പത്തിന് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു യു നോ പെർമനൻ്റ്ലി സ്റ്റൈൽ ചെയ്യണില്ല എന്ന് വെച്ചു. യെസ്, ഡോണ്ട് ഡു എനിത്തിങ് ടു യുവർ ഹെയർ, ലെറ്റ് ഇറ്റ് ബി ദാറ്റ് വേ. Priya, I want to ask you something. You had like overnight ഒരു ഫെയിമിൽ വന്ന ഒരാളാണ് ഒറ്റയടിക്ക്. You are a born star എന്ന് എനിക്ക് തോന്നുന്നു, because you are dealing with this popularity beautifully and you're acting as if ഒരു ബോളിവുഡ് സ്റ്റാർ എങ്ങനെയാണോ ഫെയിം ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹോളിവുഡിൽ ഒരു സ്റ്റാർ എങ്ങനെയാണോ ഫെയിം ഹാൻഡിൽ ചെയ്യുന്നത്, ഫ്രം ഡേ വൺ യു ഹാവ് ബീൻ ഹാൻഡ്ലിംഗ് ദിസ് ഒരേപോലെ. അതായത് ഭയങ്കര സ്റ്റൈലായിട്ട്, ലൈക്ക് ആസ് എ PS I know how this is എന്ന് അറിയുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ബോൾഡ് ആയിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടാണ് അതെല്ലാം ഡീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് യുവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇസ് വെരി പോസിറ്റീവ്. സോ ഹൗ ഡു യു ഡീൽ വിത്ത് ഓൾ ദിസ്? ആക്ച്വലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ഐ ഹവ് നോട്ട് പുട്ട് ഇൻ എനി എഫേർട്സ് ടു ലൈക്ക് ഹാൻഡിൽ ഇറ്റ്. എങ്ങനെയായിരുന്നു മുന്നേ
അങ്ങനെ തന്നെയായിരുന്നു ഇത് കഴിഞ്ഞിട്ടും. സോ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ മുന്നേ എങ്ങനെ ആയിരുന്നോ അങ്ങനെ തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടും. ഓൾ ഓഫ് എ സഡൻ എന്തൊക്കെയോ ഉണ്ടായി, എന്തൊക്കെയോ പ്രൊഫഷണലി കുറേ ചേഞ്ചസ് വന്നു ഡെഫിനറ്റ്ലി. പക്ഷേ പേഴ്സണലി ഐ ഹവ് ഓൾവേസ് ട്രൈ ടു ബി ദ സെയിം. എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക, എപ്പോഴും ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക നമ്മളെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ പെട്ടെന്ന് നമ്മൾ ക്യാൻ ഗെറ്റ് ഇൻ ടു അവർ ഹെഡ്സ്. സോ ഞാൻ എപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ഇതിന് വേണ്ട ഇപ്പം പെട്ടെന്ന് കിട്ടിയ അറ്റൻഷനും ഫെയിമിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്തിട്ട് ബാക്കി എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഇതിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഈ ഒരു സമയത്ത് thousands, millions of people are watching you. ആ സമയത്ത് നല്ല കാര്യങ്ങൾ കുറേ ഉണ്ടാവും. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആർ കോംപ്ലിമെന്റിങ് യു ആൻഡ് പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് യു. ഇതൊക്കെ ഒരു സൈഡിലുണ്ട്. അറ്റ് ദ സെയിം ടൈം ദർ വിൽ ബി ക്രിറ്റിസിസം, അതൊക്കെ ഉണ്ടാവും. സോ ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ബോത്ത് ദീസ് തിങ്സ്? ലൈക്ക് നല്ലതും അതേ സമയത്ത് ചില ക്രിറ്റിസിസം, കളിയാക്കൽ, ഇതൊക്കെ എങ്ങനെയാണ്? ഇത് പ്രിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് സീൻ ദാറ്റ് യു നോട്ട് ബീൻ അഫക്റ്റഡ് ബൈ എനി ഓഫ് ദിസ്. ക്രിറ്റിസിസം ഇപ്പം തുടക്കത്തിൽ തന്നെ എന്താ പറയുക നമ്മളെല്ലാവരും കണ്ടു. ഏറ്റവും അങ്ങോട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് തന്നെ അവിടെ നിന്ന് കുത്തനെ താഴത്തോട്ടിട്ടു. അപ്പോൾ ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടാവുമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം എന്തിനാണ് ഇങ്ങനെ ചെയ്യണേ, അല്ലെങ്കിൽ എന്താണ് നടക്കണേന്നൊരു ഐഡിയ. എവിടെ നോക്കിയാലും ട്രോൾ, എവിടെ നോക്കിയാലും മീംസ്, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുറേ വിഷമം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒന്നും അറിയാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ ദിസ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. എങ്ങനെ എന്തൊക്കെ ചെയ്താലും ഇപ്പം നമ്മൾ ജെന്യുവൻലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും അതിനെ ട്രോളാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി എന്നെ പറ്റി വെറുതെ ട്രോൾസോ മീംസോ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഏറ്റവും തമാശ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ആരെങ്കിലുമൊക്കെ നമുക്കത് അയച്ചു തരും. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളത് കാണും. പക്ഷെ ഇപ്പോൾ അത് കാണുക, ചിരിക്കുക, ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. അതിനെ ഭയങ്കരമായിട്ട് ഞാൻ എന്താണ് കൂടെ എഫക്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. You know what, Priya, you come across as a very sweet girl. ശരിക്കും എനിക്കൊരു ഗേൾ നെക്സ്റ്റ് ഡോർ ഫീൽ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ ഫീൽ ലൈക്ക് people just connect with you. Somehow I feel like അതുകൊണ്ടാണ് പ്രിയ ഇടുന്ന ഓരോ കാര്യങ്ങൾക്കും people want to know what you're up to and you're receiving a lot of love. And you gained it overnight. And അത് വെറുതെ കിട്ടിയതല്ല. It's because of this beautiful character of yours. Because you are taking it beautifully. എനിക്ക് അതുകൊണ്ടാണ് പ്രിയയിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. ആസ് എ ഹ്യൂമൻ ഐ എം ആക്ച്വലി സീയിങ് യു ആസ് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പ്രോജക്റ്റ് ആണ് പ്രിയ പറയുന്നത്. And I've been following you since day one. And actually, you are actually an inspiration to a lot of people because not only with your success, but also with the way you're handling criticism and challenges. You're so strong. You're not giving up. You keep going ahead. And I think that is very inspiring for people who aspire to be like you or any celebrity. First rule ഇതാണ്. പലരും പറയും എനിക്ക് പോപ്പുലർ ആവണം, എനിക്ക് സെലിബ്രിറ്റി ആവണമെന്ന് പലരും പറയുമെങ്കിലും ഇത് ആകുമ്പോഴാണ് അറിയുന്നത് ഇതിന്റെ കൂടെ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കളിയാക്കാൻ കുറച്ച് പേരുണ്ട്, നമ്മളെ വലിച്ച് താഴെ ഇടാൻ കുറച്ച് പേരുണ്ട്. അപ്പൊ ഇതൊക്കെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവും പ്രിയക്കുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് that people should learn from you. I think even I'll age ഒന്നുമില്ല. I should also learn from you. Anybody can learn that from you. ഇപ്പൊ സോഷ്യൽ മീഡിയനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതൊക്കെ I want to ask you, who is dealing with your social media accounts? Like ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ? എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേസ്ബുക്ക് പേജ് ഞാനല്ല ഹാൻഡിൽ ചെയ്യണത്. ദാറ്റ്സ് ബീങ് പ്രൊഫഷണലി ഹാൻഡിൽ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം അച്ഛനാണ് അത് നോക്കാറ്. ഐ എം നോട്ട് ദാറ്റ് ഇൻവോൾവ് ഇൻ ഫേസ്ബുക്ക്. പക്ഷേ ഇൻസ്റ്റഗ്രാം ഫുള്ളി ഞാൻ തന്നെയാണ്. സത്യം പറയാലോ, എനിക്ക് പ്രിയയുടെ ഇൻസ്റ്റഗ്രാം കാണുമ്പോ ഒരു ക്ലീൻ ഇൻസ്റ്റഗ്രാം, നല്ല ഗ്രിഡ് ഒക്കെ ഇട്ട് അലൈൻ ചെയ്ത് എല്ലാം കറക്റ്റ് ആയിട്ട് കുറച്ച് പൂക്കളും ഇലകളൊക്കെ വെച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ഭയങ്കര എഫേർട്ടുള്ള ഒരു സാധനമാണല്ലോ. നല്ല പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇത്രയും ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ആക്ച്വലി ഗ്രിഡ് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തതായിരുന്നില്ല. ഇൻസ്റ്റഗ്രാം ഒരു പക്ക പേഴ്സണൽ സ്പേസ് ഫോർ മീ ഇൻ ദ ബിഗിനിങ്. പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു അല്ലേ? പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പബ്ലിക്കാക്കി. പെട്ടെന്ന് ഫോളോവേഴ്സൊക്കെ കൂടി. പിന്നെ ലൈക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലോട്ടാണ് ഫോളോവേഴ്സ് പോയത്.
സോ ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മൈ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ആ ഒരു ഫീഡ് ഓൾ ടുഗെദർ കാണാൻ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കണം, ആൾക്കാർക്ക് വന്ന് നോക്കുമ്പോൾ കൊള്ളാം എന്നുള്ളൊരു ഇത് തോന്നണം എന്നുള്ള രീതിയിലാണ് പിന്നെ ഞാനൊരു ഗ്രിഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാത്തിലും ഒരു 3 എന്നുള്ളൊരു തീമിലാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര കാലം അങ്ങനെ പോകുന്നറിയില്ല, കാരണം ഇടയ്ക്ക് ബ്രാൻഡിൻ്റെ ഇതൊക്കെ വരുമ്പം ഈ ഗ്രിഡ് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. പക്ഷേ സംഭവ മാനേജ് ഇതുവരെ കുറച്ച് കാലമായിട്ട് പക്ക ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു 3 പിക്ചർ 3 വീഡിയോ തീമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന എന്റെ സ്വഭാവം കാണാം. ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഒരു ഗ്രിഡും കുറച്ച് ഞാൻ ഗ്രിഡ് ശ്രമിച്ചു, നടന്നില്ല. You have a very positive ഒരു vibe and a very positive aura. Like when I just look at your face is right now, it's glowing, okay? Like it's not makeup, I know that. It's just your face and your thoughts and must be the things that you're thinking, whatever it is, okay? And I'm somebody who can feel the vibe of a person. എനിക്ക് ഒരാളുടെ മുഖം കാണുമ്പോൾ തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കഴിവാണ്. ഒരാളെ കാണുമ്പോൾ ഈവൻ അയാൾ സംസാരിച്ചില്ലെങ്കിൽ കൂടെ അയാളുടെ വൈബ് നമുക്ക് ഫീൽ ചെയ്യും. Like that, I feel like you have a very positive vibe and very positive, the way you talk, the way you emote things, the way even your post, your caption. How do you stay positive like this? എല്ലാവരുടെയും പോലെ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും, നാച്ചുറൽ ആണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ട്രൈ ടു ഫോക്കസ് ഓൺ ദ പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആണ് ഡെഫിനറ്റ്ലി. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പം ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാനും ഇടയ്ക്ക് ഡൗൺ ആയിട്ട് ഇരിക്കാറുണ്ട്. എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് വിഷമാവും, അല്ലെങ്കിൽ സംതിങ് ഈസ് നോട്ട് ഹാപ്പനിങ് അക്കോർഡിംഗ് ടു ഹൗ ഐ വോണ്ട് ഇറ്റ്. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനും വിഷമമായിട്ട് ഇരിക്കാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ടീവായിട്ട് ദേ കീപ് മീ ഗ്രൗണ്ടഡ് ഓൾ ദ ടൈം. അവർ പറയുന്നില്ല, വെയിറ്റ് ചെയ്യുക, പേഷ്യൻസ്, നിൻ്റെ സമയമാകുമ്പോൾ എല്ലാം ഓക്കെ ആവും, എവറിഥിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. സോ ഞാനും അതിൽ ഇവൻച്വലി ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ എന്താണോ എൻ്റെ ഡ്രീം അത് തന്നെ ഫോളോ ചെയ്ത് വാട്ട് എവർ കംസ് ഇൻ ദ വേ, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണെങ്കിലും സം ഡേ എനിക്ക് എൻ്റെ പാഷൻ എന്താണോ, എൻ്റെ ഡ്രീം എന്താണോ, ഡെഫിനറ്റ്ലി അവിടേക്ക് എത്താൻ പറ്റും എന്ന് വിശ്വസിച്ച് എൻ്റെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആസ് ഗ്രൗണ്ടഡ് ആസ് പോസിബിൾ ഐ കെൻ ബി, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നെഗറ്റീവ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്, പക്ഷേ അതെന്നെ എഫക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാറില്ല. ബിക്കോസ് ഐ ഹാവ് റിയലി good group of friends and a very supportive family. That's so sweet of you to say that. A big hi to your friends, your family, your dad and mom. Also, yeah, WhatsApp li when I called you, I saw brother the photo unlo DP il. Brother ne kurichu onnu parage. Edakidiki brother na post like കാണാറുണ്ട്. So tell me about your brother. He is very active on WhatsApp. അപ്പോൾ എന്താ പറയുക, അവന് സ്വന്തമായിട്ട് ഫോണില്ല. അപ്പോൾ മിക്കപ്പോഴും അമ്മയുടെ ഫോണിൽ ആണ് ഉള്ള കളി മൊത്തം. അപ്പോൾ DP ഇടലും പിന്നെ സ്റ്റേറ്റസ് ഇടലും ഫ്രണ്ട്സിൻ്റെ വീഡിയോ കോൾ ചെയ്യലും ഇതൊക്കെയാണ് ഫുൾ ടൈം. വാട്സാപ്പ് ഇതാണ്. ഇൻസ്റ്റഗ്രാമിലും ഈസ് വെരി ഇൻആക്റ്റീവ്, പക്ഷേ വാട്സാപ്പിലാണ് കൂടുതൽ നേരം. എന്തെങ്കിലും ഡെയിലി സ്റ്റേറ്റസ് അപ്ഡേറ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഡെയിലി DP ചേഞ്ച് ചെയ്യും. ഫുട്ബോളാണ് മെയിൻ ക്രേസ്. അപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സ്, റൂമിന് മൊത്തം ഫുട്ബോൾ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ച് വയ്ക്കുക. ഇപ്പം 8th grade കംപ്ലീറ്റ് ചെയ്തു, ഇനി 9th പ്രസിദ്ധ് എന്നാണ് പേര്. അപ്പോൾ അങ്ങനെയൊക്കെ ഹീസ് എ ബിഗ് ഫുഡി. ഇവിടെ ഏറ്റവും വലിയ എന്താ പറയുക ഹംഗാമ അല്ലെങ്കിൽ തല്ല് നടക്കുന്നത് ഞാൻ അവനും തമ്മിൽ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. ഷെയർ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് എനിക്കാണെങ്കിലും അവനാണെങ്കിലും. അപ്പൊ അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനമായി ലോക്ക്ഡൌൺ സമയത്ത്? തീരുമാനമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ പ്രിയയുടെ? എനിക്ക് എന്താ പറയാ, സ്ട്രീറ്റ് ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഗോൽഗപ്പ, ഗോൽഗപ്പ. എടാ ഞാൻ വീട്ടില് പാനിപ്പൂരി ഉണ്ടാക്കി. ഞാൻ കണ്ടു വെള്ളം ഇറക്കിയത്. എടാ സത്യം പറഞ്ഞാൽ ഞാനല്ല ഉണ്ടാക്കിയത്, റേച്ചലാ ഉണ്ടാക്കിയത്. ഞാൻ ഇങ്ങനെ കഴിച്ചു. പാനിപ്പൂരി ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ സാധനങ്ങളാണ് ഇഷ്ടം അല്ലേ? വടാപാവ്,
ആ വടാപാവ് എൻ്റെ ഫേവററ്റ് ആണ്. എവിടെ പോയാലും എന്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയാലും പ്രൊഡക്ഷൻ ആൾക്കാരെ ഞാൻ ശല്യം ചെയ്യുന്നത് ഇത് പറഞ്ഞിട്ടാണ്. ഒരു വടാപാവ് കിട്ടുമോ, എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ഗോൾ കപ്പ മേടിച്ച് തരുമോ, ഇതാണ് ശല്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാഗി. എന്ത് കഴിക്കാൻ പാടില്ല അതാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ. ജങ്ക് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, മാഗി ഇതൊക്കെയാണ്. പക്ഷെ ഒരു മാസമായിട്ട് ഇതൊന്നുമില്ല. ചുമ്മാലാട്ട് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ഇപ്പൊ പ്രിയ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെ എനിക്കും ഇഷ്ടം. ഈ മാഗിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഫുൾ ടൈം മാഗിയാണ് ഞാൻ. എന്റെ ഇപ്പം കറന്റ് ഫേവറേറ്റ് മാഗിയുടെ തന്നെ സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത് ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. അതായത് പ്രിയക്ക് ഇപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ പറയും റാപ്പിഡ് ഫയറില്. സോ ഫസ്റ്റ് പ്രിയ ഇത് കേൾക്കുമ്പോ പ്രിയക്ക് ഫസ്റ്റ് ഓർമ്മ തന്നെ കാര്യം അധികം ചിന്തിക്കാൻ വേണ്ട, പെട്ടെന്ന് തുടങ്ങണം. ഓക്കേ, ഫസ്റ്റ് വാക്ക്. ഓക്കെ, സ്റ്റൈലിഷ്. സ്റ്റൈലിഷ് ദുൽഖർ സൽമാൻ. എല്ലാരും ക്ലാപ്പ് ചെയ്തോളൂ. ഇനി അടുത്ത വാക്ക് പൈനാപ്പിൾ. അയ്യോ, പൈനാപ്പിളോ? പൈനാപ്പിൾ പെണ്ണി ചോക്ലേറ്റ്. അത് ഞാനൊരാളായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യും? ചിന്തിച്ചോളൂ ചിന്തിച്ചോളൂ. പൈനാപ്പിൾ. നമുക്ക് രസകരമായിട്ടുള്ള ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത്. പൈനാപ്പിൾ. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ സ്പൈക്ക് മുടിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉണ്ടല്ലേ സ്പൈക്ക് മുടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഫുക്രുവിനെ പറഞ്ഞോളൂ. ആ, ഫുക്രു. ഓക്കെ, അപ്പൊ ഫുക്രു എക്സ്ട്രീംലി ടാലന്റഡ്. അടുത്ത വാക്ക് ടാലന്റഡ് ഞാൻ തന്നെ. ഓ, അതാണ് ഉർമീസ്. അടുത്തത് ചീപ്പ്. ചീപ്പ്. ഇനിയിപ്പോ ആരെയും പറയാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പറഞ്ഞോളൂ. ഇതെല്ലാം സഹിക്കാൻ എന്റെ ലൈഫ് ഇനിയും ബാക്കി. ചീപ്പ്. ഈ ക്വസ്റ്റ്യൻ എഴുതിയതിനെ എന്നെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞു. പറഞ്ഞു പേളി ചേച്ചി. താങ്ക് യുടാ, താങ്ക് യു. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, എന്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണ് ചീപ്പ്. ആ, ഞാനും ഞാനും. ഐ ആം സോ ചീപ്പ്. എന്റെ തലയിൽ ചീപ്പൊന്നും കേറില്ല. ഓ, എനിക്ക് ഡെയിലി ഇവിടെ കിട്ടുന്ന ചീത്തയ്ക്ക് ഒരു കണക്കില്ല എന്റെ അമ്മയുടെ. യു ഓൾസോ സെയിം പിഞ്ച്. ജട കളയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡെയിലി ഇവിടെ ചീത്തയാ. അത് ജടയല്ല, അത് ജ്ഞാനമാണ്. ശരി, ചീവാൻ പാടില്ല. ചീവി ഈ കേൾസ് ഒക്കെ ചത്തുപോടാ, അതുകൊണ്ട് ചീവാൻ പാടില്ല. എന്റെ അത് ചീവി കഴിഞ്ഞ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിടക്കില്ല, പിന്നെ ഇങ്ങനെ ഫുസ്നാവും. പോകും. അതെ. അടുത്ത വിഷയം എന്താ വെച്ചാല് പ്രിയ വാര്യർ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകും. ഫസ്റ്റ് സിനിമ. അപ്പൊ ആ ഫസ്റ്റ് സിനിമയിലത്തെ ആക്ടർ, അതായത് ഹീറോ ആരായിരിക്കും? രണ്ടാമത് അതില് പ്രിയ വാര്യർ ഏത് ജോണറിലായിരിക്കും ആ സിനിമ എടുക്കുന്നത്? ഓക്കെ, ഞാൻ റൊമാൻറ്റിക് കോമഡീസിൻ്റെ വലിയ ഫാനാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന മൂവീസ് എന്ന് പറഞ്ഞാലും റൊമാൻറ്റിക് കോമഡി, റോം കോമിലുള്ള ജോണർ മൂവീസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാറ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ക റൊമാൻറ്റിക് മൂവി ചെയ്യും, അല്ലെങ്കിൽ ഒരു റോം കോം ആയിരിക്കും. മെയിൻലി എന്താ ലവ് സെൻട്രിക് മൂവി തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ എൻ്റെ ലീഡ് വുഡ് ബി വിജയ് സേതുപതി സർ. വിജയ് സേതുപതിയ. സൂപ്പർ സൂപ്പർ. ഐ ഓൾസോ ലവ് വിജയ് സർ. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം ഇഫ് യു ക്യാൻ ലേൺ വൺ ലാംഗ്വേജ്, ലൈക്ക് എ ന്യൂ ലാംഗ്വേജ്, വിച്ച് ലാംഗ്വേജ് വുഡ് യു ലേൺ? പുതിയൊരു ഭാഷ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഐ എം ആക്ച്വലി ട്രൈയിങ്. അതുകൊണ്ട് ഞാനിപ്പം കന്നഡ ആൻഡ് തെലുഗു രണ്ടും കുറേ മൂവീസ് മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ കന്നഡ ആൻഡ് തെലുഗു വൊക്കാബുലറി. ചിലപ്പോൾ കുറച്ചും കൂടി അധികം മൂവീസ് ആ ലാംഗ്വേജിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ വരട്ടെ, ചെയ്യേണ്ടി വരണം.
സ്ട്രഗിൾ ചെയ്യരുതല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നൗ ഐ എം ക്വൈറ്റ് ഫാമിലിയർ വിത്ത് കന്നഡ, മാനേജ് ചെയ്യാം. കന്നഡ മാനേജ് ചെയ്യാം. സോ തെലുഗു ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തെലുഗു ഇസ് ക്വൈറ്റ് ടഫ്, സോ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ. അപ്പൊ ലോക്ക്ഡൌൺ വളരെ ആക്റ്റീവായിട്ടാണ് കുട്ടി അപ്പം യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ചെറുതായിട്ടൊക്കെ. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ പറയാം. ഇഫ് യു കുഡ് ബി വൺ തിങ് ഇൻ എ ഹൗസ് ഹോൾഡ്, ലൈക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പൊ കുറെ സാധനങ്ങളുണ്ടല്ലോ, TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണേ, ചെടിച്ചട്ടി ആവാം, അങ്ങനെ ഒരു സാധനമായി മാറാൻ പറ്റുമെങ്കിൽ ഏത് സാധനമായിട്ട് മാറും? ഇപ്പം ഭയങ്കര ചൂടായോണ്ട് ഐ ലൈക്ക് ടു ബി ആൻ AC. ഏസിയാ? സൂപ്പർ ആൻസർ. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ഫ്രിഡ്ജ് എന്നേ പറയും. ഫ്രിഡ്ജ് ആവുമ്പോ എന്താ ഗുണം എന്നറിയോ? ഫുഡും കിട്ടും, തണുപ്പും കിട്ടും, രണ്ടും കിട്ടും. അത് ഞാൻ മറന്നു. ശരിയാ, ഫ്രിഡ്ജില് ഫുഡുണ്ട്. ഫ്രിഡ്ജ് മതി. ഇനി പറയാല്ല, ഒരു ആൻസറേ ഉള്ളൂ. എന്റെ അടുത്ത വിഷയം എന്താ വെച്ചാല്, ഇഫ് യു കുഡ് എക്സ്ചേഞ്ച് ലൈഫ്സ് വിത്ത് വൺ പേഴ്സൺ ഫോർ വൺ ഡേ, അതായത് ഒരാളുടെ ലൈഫ് ഒരു ദിവസത്തേക്ക് അയാളായിട്ട് മാറാൻ പറ്റുമെങ്കിൽ ആരായിരിക്കും? ആക്ച്വലി ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, കാരണം കുറെ കാര്യങ്ങൾ അറിയണം എന്നുണ്ട്. പക്ഷേ I'd be Deepika for a day. Deepika for one day. You know that ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ആൻസർ ആണല്ലോ. അങ്ങനെയല്ല, എല്ലാവരും ആക്ച്വലി പറഞ്ഞ രണ്ടുപേരെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എന്താ കപ്പിൾസ് ആയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്, രസമാണ് എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു കപ്പിൾസ് ലോക്ക്ഡൗൺ എന്ന് മനസ്സിലാവുമല്ലോ ഒരു ദിവസം ദീപയ്ക്ക് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ. അടിപൊളി, സൂപ്പർ, യു ആർ സൂപ്പർ. And can I ask you something? You met Ranveer, right? You met Vicky Kaushal. Vicky Kaushal is my favorite. അപ്പോൾ പുള്ളിക്കാരനെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത്. സെയിം ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഹി വാസ് ഇൻ ദ റെസ്റ്റോറൻറ്റ്, ഐ ഓൾസോ വെൻറ്റ് ടു ദ റെസ്റ്റോറൻറ്റ്. അങ്ങനെ കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യോഴ്സ്, വിങ്കിങ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തു, വീഡിയോ ഉണ്ടാക്കി ഞങ്ങൾ, മറ്റേ ഗൺ ഷോട്ടിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ എന്നെ ഉരിയുടെ പ്രീമിയറിന് ഇൻവൈറ്റ് ചെയ്തു. അന്ന് ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഫ്രീ ആണെങ്കിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ക്ലോസ് സർക്കിളായിരിക്കും, ഡയറക്ടർ ഉണ്ടാവും, പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് പ്രീമിയറാണ്. അപ്പോൾ ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് യു കുഡ് മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പോയപ്പോൾ ആ ഒരു ഈവനിങ് എനിക്ക് പ്രത്യേകിച്ച് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഐ വാസ് സ്റ്റാർ സ്ട്രക്ക്, ഐ ഷുഡ് സേ. അവിടെ ചെന്നപ്പം വരുൺ ധവൻ, രോഹിത് ഷെട്ടി സർ, പിന്നെ കട്രീന കൈഫ്, രൺവീർ സിംഗ്, യാമി ഗൗതം, എല്ലാവരും. രൺവീർ സിംഗ് വന്നപ്പം പോയി, എൻ്റെ കിള്ളി പോയി. You are living somebody's dream. എനിക്കിതേ കുശുമ്പൊക്കെ വരുന്നത്. ഞാൻ പുള്ളിക്കാരനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കുറേ നേരം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. വിങ്കൊക്കെ ഭയങ്കര ക്യൂട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. വിക്കി എന്നോട് പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ദൈവം എനിക്ക് തിരിച്ചെന്താ പറയണ്ടേന്ന് പറയാറ്. ഞാനിങ്ങനെ വാതുറന്ന് നിൽക്കായിരുന്നു കുറേ നേരം. I want to wish you all the best. ഇപ്പൊ ബോളിവുഡിലെത്തി, may you get lot of movies in Bollywood. കുറേ ഇഷ്ടമുള്ള ആൾക്കാരോട് I'm hoping and wishing you the best. നല്ല നല്ല സിനിമകൾ ഇട്ടിട്ടായിരുന്നു. I'm wishing you. ഇപ്പൊ തന്നെ you have lot of projects coming up. Can you tell us about those projects? 4 movies ചെയ്തു. അതിൽ ഒരെണ്ണം ഐ തിങ്ക് മോസ്റ്റ്ലി നെക്സ്റ്റ് റിലീസ് ആവാൻ പോണത് കന്നഡ വിഷ്ണുപ്രിയ ആയിരിക്കും. VKP സാറിൻ്റെ മൂവിയാണ് വിഷ്ണുപ്രിയ.
അതിൻ്റെ ഒരു ഷെഡ്യൂളിൽ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ബാക്കിയുണ്ട്. പിന്നെ ശ്രീദേവി ബംഗ്ലോസ് അപ്പ് ഫോർ ദ റിലീസ്. तुम्हें पता है कितने लोगों ने मुझे प्रपोज किया है, पर उनमें से किसी में भी वो बात नहीं. बस तुम्हारी आंखों में मुझे वो प्यार दिखता है. मुझे भी तुम्हारी आंखों में वही दिखा था, प्यार. सारी दुनिया तुम्हारी नंगी जिंदगी देखेगी श्रीदेवी. പിന്നെ രണ്ടാമതൊരു ഹിന്ദി മൂവി ചെയ്തു, ലവ് ഹാക്കേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിലുള്ള 4 പ്രൊജക്റ്റുകൾ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദോസ് മൂവീസ്. ഓക്കെ, അടുത്ത ഒരു ഗെയിം ആട്ടോ. ഞാൻ ഈ ഗെയിം കൂടി കളിച്ചിട്ട് പ്രിയനെ വെറുതെ വിടാം, ബിക്കോസ് ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ അല്ലേ. ഈ ഗെയിം എന്താ വെച്ചാല്, ലൈക്ക് ഞാൻ ഒരാളുടെ പേര് പറയും, ആ പേര് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്ന പാട്ട് ഏതാന്ന് ഒന്ന് പാടണം. പറഞ്ഞ പോലെ പാടണം. ഓക്കെ, ഫസ്റ്റ് പേര് റോഷൻ. മുന്നാലെ പോനാലെ പിന്നാലെ സെன்றேனே കണ്ണാലെ சொன்னாலே അവ பார்வையால் എന്നെ കൊன்றாலே. ഇമോഷണൽ സോങ് ആണ് ഇത്. അടുത്ത പേര് മമ്മൂക്ക. മമ്മൂക്ക പണ്ട് വേണം നട്ടുകൂട്ടം കൊട്ടി പാടുന്നേ. നമുക്ക് ഒരു തുമ്പത്തിരുന്നു ഞാൻ ചെല്ലപ്പങ്കിളി, ആ പാട്ട് എനിക്ക് ചെറുപ്പത്തിൽ അതാണ് എനിക്ക് മമ്മൂക്ക. പ്രഷർ അയ്യോ. ഇനി എന്റെ പേര് പേർലി. അയ്യോ സ്റ്റക്കായി അയ്യോ. ഈ പ്രദക്ഷിണ വീതികൾ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ആരെയാണെന്ന് ഞാൻ ഇങ്ങനെയൊന്നല്ലല്ലോ പാടിയത്. ഞാൻ താളവും ലയവും ഒക്കെ ചേർത്തല്ലേ ഞാൻ അത് പാടിയത്. നിന്റെ നീലരജനികൾ നിദ്രയോട് നിറയവേ ഉള്ളിലുള്ള കോവിലുള്ളിൽ നട തുറന്നു കിടന്നു. കോവിലിലെ നട തുറന്നു കിടന്നു. സൂപ്പർ പാട്ട്. അയ്യോ അത് മറക്കൂല. ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു. ബാക്കി ബീജി എന്റെ മനസ്സിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജീപ്പിയുടെ ഭാഗമാണ്, അത് അവൻ പാടിക്കുള്ളൂ. അമ്മേ ഒരു മൈനർ അറ്റാക്ക്. ചില അബദ്ധങ്ങൾ ഒരിക്കൽ ചെയ്താൽ മതി, പിന്നെ ലൈഫ് ലോങ് ആൾക്കാർ അത് വെച്ച് നമ്മൾ ഓർത്തിരിക്കും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. Thank you so much. I really had fun talking to you, and thank you so much for coming on Lockdown Talks. I hope you had fun. Thank you. It was a pleasure. I had a really good time. And for that number, I want to ask you one thing. Just sing one song for me. You need a proper song. മഴയോട് ചേർന്നു ഞാൻ നിന്നു, ഒരു വേള മനസ്സിലുണ്ടിപ്പോഴും ആ ചിരമ്പ്. മിഴിപ്പൊയ്കൾ വീഴും സുഖമുള്ള വർഷത്തിൽ തൊട്ടതലോടലും കുളിരോർമയും മഴയോട് ചേർന്നു ഞാൻ നിന്നു. Thank you so much, Priya. You have such a beautiful voice. I think you should really focus on acting, singing, and everything. Like you should balance both, because I think you have a beautiful singer also inside you. Ini padanam, okay? Okay. It's really nice talking to you. Bhayangara positive ആയിട്ടുള്ള ഒരു interview ആയിരുന്നു. Very relaxed and very chilled out interview. Thank you so much for your valuable time. See you.
Thank you so much. Bye bye.